ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഉണ്ടല്ലോ. നമ്മൾ ഡ്യൂട്ടിക്ക് പോകാനായിട്ട് ഇവനും ഡ്യൂട്ടിക്കായിട്ട് റെഡി ആവുകയാണ് കേട്ടോ. കമ്പാരിറ്റീവ്ലി രാവിലത്തെ മോർണിംഗ് ഡ്യൂട്ടീനെ കാട്ടി എനിക്ക് ഇഷ്ടം കുറച്ചുകൂടെ ഉറങ്ങാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ച് ഈവനിങ് ഡ്യൂട്ടിയാണ്. നഴ്സിങ്ങിന് വന്നാലും എന്തായാലും ഉറക്കത്തെ ഇഷ്ടമില്ലാത്തവർ പോലും ഉറക്കത്തെ പ്രണയിച്ച് പോകുന്നൊരു കാലങ്ങളാണ്. വിശപ്പിന്റെ വിളി വന്നുകൊണ്ട് തന്നെ എണ്ണിച്ചുപാടെ പല്ലും തേച്ച് മുഖമൊക്കെ കഴുകി ഒരു ഏത്തപ്പഴമൊക്കെ കഴിച്ചു. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാൻ പോകാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഹോസ്റ്റലിൽ വെച്ച് തന്നെ അത്യാവശ്യം വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് ഇപ്പോൾ ഡ്യൂട്ടിക്ക് ചെയ്യാവുന്നതിന് ഭാഗമായിട്ട് നല്ലൊരു ലാക്മിയുടെ മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഡികൺസ്ട്രക്റ്റിന്റെ ഒരു സൺസ്ക്രീനും യൂസ് ചെയ്തു. മോയ്സ്ചറൈസർ ഇടുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ആവശ്യം ഞാൻ നേരത്തെയുള്ള വീഡിയോസൊക്കെ പറഞ്ഞിരുന്നു. നമ്മൾ ഒരിക്കലും നമ്മുടെ ഡൗൺവേർഡ് ഡയറക്ഷനിൽ ഒരിക്കലും നമ്മുടെ ചീക്ക് നമ്മൾ മസാജ് ചെയ്യരുത്. കവിള് തൂങ്ങാനായിട്ട് ചാൻസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ മുകളിലോട്ട് വേണം മസാജ് ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെ ഫേഷ്യൽ മസാജൊക്കെ നന്നായി ചെയ്യുമ്പോൾ നമ്മുടെ ഫേസൊക്കെ അധികം തൂങ്ങാതെ നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റും. എനിക്ക് കണ്ണാടി നോക്കി ഐലൈനർ ഒന്നും എഴുതാൻ അറിയാത്തതുകൊണ്ട് തന്നെ ഇച്ചിരി പാടാണ്. അതുകൊണ്ട് തന്നെ വലിയ ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ നേരെ ഐലൈനർ എഴുതിയിട്ട് പിന്നീടാണ് ഇവിടെ വന്നിട്ട് ചെറുതായിട്ട് വാലിട്ടത്. കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ എനിക്ക് പൊട്ട് വെക്കാനായിട്ട് തോന്നുമെങ്കിലും പിന്നീട് ഒരു നാടൻ ലുക്കും അതുപോലെ ഈ ഒരു ജീൻസിൻ്റെയും ടോപ്പിൻ്റെയും കൂടെ അല്ലെങ്കിൽ ഇപ്പം ഒരു പലാസോയും ടോപ്പിൻ്റെയും കൂടെ എങ്ങനെ ഈ പൊട്ട് ചേരുമെന്ന് ചോദിച്ചാൽ ഞാൻ തന്നെ അത് കളയാറുണ്ട്. നല്ലൊരു മോയ്സ്ചറൈസറും ആയിട്ടുള്ള ഒരു ലിപ് ബാം യൂസ് ചെയ്ത് അത് സെബാമെഡിനെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ലിപ് ബാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിഗ്മെൻറ്റേഷൻ ഉണ്ടാകത്തില്ല, അതിൻ്റെ ചാൻസ് കുറയും. അതുകൊണ്ട് തന്നെ നല്ലൊരു ലിപ് ബാം ആദ്യമേ അപ്ലൈ ചെയ്യാം. എൻ്റെ ഒരു ഒരുങ്ങുന്ന സംഭവത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ലിപ്സ്റ്റിക്കോ ലിപ് ബാമോ സൺസ്ക്രീനോ ഒന്നുമല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഐലൈനറാണ്. ഐലൈനർ ഒരു ഭയങ്കര എസെൻഷ്യൽ ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഒരു ലിപ്സ്റ്റിക്ക് തീർന്നു പോകുമ്പോൾ നേരത്തെ നമ്മൾ ഉപയോഗിക്കാത്ത ഇഷ്ടമില്ലാഞ്ഞ് വെച്ചിരുന്ന ലിപ്സ്റ്റിക്ക് വരെ യൂസ് ചെയ്യുമെന്ന് പറയത്തില്ലേ, ഗതികേടുണ്ട്. അതാണ് ഈ സംഭവം. എനിക്കിപ്പം മേടിക്കുന്ന ലിപ്സ്റ്റിക്കൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ ഈ ലിപ്സ്റ്റിക്ക് ഞാൻ ഇട്ട് നോക്കിയപ്പം എനിക്ക് ഓക്കെ ആണ്. അതുകൊണ്ട് ഞാൻ ഈ ലിപ്സ്റ്റിക്കാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. മാർസിൻ്റെ ആണ് കേട്ടോ. ഞാൻ നേരത്തെ കുറച്ച് നാൾക്ക് മുമ്പ് വാങ്ങിച്ചാണ്, പക്ഷെ ഞാൻ എനിക്ക് യൂസ് ചെയ്യത്തില്ല, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് ഇട്ടിരുന്ന സാധനമാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. അത് കുറച്ച് ഗ്ലേസി ലുക്ക് കിട്ടാനായിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ലിപ് ബാം അപ്ലൈ ചെയ്തു. പിന്നെ ഞാനൊരു ബാഗ് വാങ്ങിച്ചിരുന്നു കഴിഞ്ഞ ദിവസം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു റോയൽ മെറൂൺ ടച്ച് വരുന്ന ഒരു ബാഗാണ്. എനിക്ക് എന്തായാലും ഈ ഒരു കോംബോ ബ്ലാക്ക് ക്രീം അതുപോലെ തന്നെ ഈ ഒരു ബാഗ് എനിക്ക് നന്നായിട്ട് മാച്ചായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ ഞാൻ ഇപ്പം പണ്ടെന്ന് പറഞ്ഞാൽ ഗ്രീൻ കളറാണ് ഞാൻ എപ്പോഴും ഒരു തുണിക്കടയിൽ പോയാലും ഉണ്ടല്ലോ. ഇപ്പം കണ്ണിലൊടുക്കുന്ന എല്ലാം എനിക്ക് ക്രീം കളറാണ്. ഈവൻ എൻ്റെ ചെരുപ്പ് പോലും ഈ ഇടയ്ക്ക് വാങ്ങിച്ച ചെരുപ്പ് പോലും ഞാൻ പ്രതീക്ഷിക്കാതെ ഒരു ക്രീം ടച്ച് അതിനകത്ത് വന്നിരിക്കുന്ന. അതുകൊണ്ട് തന്നെ റൂമിൽ കണ്ണാടി നോക്കാൻ സമാധാനം വരത്തില്ല. അങ്ങനെ റൂമിൽ കണ്ണാടി നോക്കി സംതൃപ്തി അടഞ്ഞ് ഞാൻ ഡ്യൂട്ടിക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ് കേസ്. ഓക്കെ, ബൈ.